ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? വൗ ആന്റി സൂപ്പർ ആയിട്ടുണ്ട്. മോളു നിന്നോടാ ചോദിച്ചത് എങ്ങനെയുണ്ടെന്ന്. മമ്മി അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നോക്കി നിൽക്കായിരുന്നു മമ്മിയെ. മമ്മിയെ കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ട് മോളു. ഉണ്ട് മേഡം. നിന്നോടാരെങ്കിലും ചോദിച്ചോ തോക്ക് കേറി വെടി വെക്കുന്നു? എന്തൊരു ചാടാ. സോറി മേഡം, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എന്നാലേ ചോദിക്കുമ്പോ പറഞ്ഞാ മതി, അല്ലാതെ വെറുതെ ഇങ്ങോട്ട് പറയാൻ വരണ്ട. കേട്ടല്ലോ? എനിക്ക് ഇഷ്ടമല്ല അതൊന്നും. വെറുതെ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കാതെ ഇവർക്കുള്ള ഡ്രസ് എടുത്തു കൊണ്ടുവാ. എനിക്കറിയാം എനിക്ക് ഏത് ഡ്രസ് ഇട്ടാലും ഭംഗിയുണ്ടാവുമെന്ന്. അല്ലാതെ നിന്റെ പോലെ കോന്തമല്ലൊന്നും അല്ലല്ലോ എനിക്ക്. ഹേയ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവരിവിടുത്തെ സ്റ്റാഫാ, അല്ലാതെ നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ ഇവിടെ നിൽക്കുന്നതല്ല. വേണ്ട മോളെ, സാരമില്ല. നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നവരല്ലേ, നമ്മൾ വേണം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അല്ലെങ്കിൽ ഞങ്ങളെ വേറെ ഷോപ്പിലേക്ക് അങ്ങോട്ട് പോകും. നിങ്ങൾക്ക് മാത്രമല്ല ഷോപ്പുള്ളത്. ഞാനിപ്പോ ഡാഡിയെ വിളിച്ചിട്ട് വരും. നിങ്ങളുടെ കച്ചവടം കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പാണിത്. നിങ്ങൾ ഒരാൾ പോയി വെച്ചിട്ടേ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. മോളെ, മുതലാളി എന്നെയാ കുറ്റപ്പെടുത്തുക. മോളെ, ഇപ്രാവശ്യത്തേക്ക് മോളൊന്ന് ക്ഷമിച്ചേക്ക്. ഞാൻ കാരണമല്ലേ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. മോള് പ്രശ്നം ഉണ്ടാക്കല്ലേ, എന്റെ പണി പോകും. ചെറിയമ്മേ, വേണ്ട ചെറിയമ്മേ, അവരോട് വഴക്ക് കൂടല്ലേ. പാവം, അവരുടെ ജോലി ബാധിക്കും അത്. നമ്മൾ അങ്ങനെ പിണങ്ങിപ്പോയാൽ. ബാധിക്കട്ടെ, നിനക്കെന്താ? നിന്റെ ആരെങ്കിലും ആണോടി അവര്? ആണോന്ന്? ചേച്ചി, ഇത് എങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ടോ? കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. എനിക്ക് ചേച്ചിക്കുള്ളത് നോക്കല്ലേ? അയ്യോ വേണ്ട, അവൾക്ക് തന്നെ രണ്ടു കൂട്ടം കൂടി നോക്കണം. ഇപ്പൊ ഒന്നല്ലേ ആയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നോക്കിയാ മതി. എന്നാ ഞാൻ ഈ കുട്ടിക്കുള്ളത് ഇനിയും എടുത്തിട്ട് വരാം. ഇതാ ഇതിലേക്ക് തൂക്കിയിട്ടത് നോക്കിക്കോളൂ ട്ടോ. ഞാൻ വേറെ എടുത്തു കൊണ്ടുവരാം. ചേച്ചി, ആ പിങ്ക് കളർ ഉണ്ടോ? അത് ഇഷ്ടായോ? അതത്ര പോരെ മോളെ, വേറെ കൊണ്ടുവരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. അളിയ നോക്കടാ, രണ്ട് കിളികൾ. ഷാനു വേണ്ടട്ടോ, ഞങ്ങളുടെ ജോലി പോകും. നീയൊന്നും മിണ്ടാതിരിക്കടാ, അവന്റെ ഒരു ജോലി. എന്നാലും ഏതാണ് ഈ സുന്ദരികൾ? റാം, നമുക്കൊന്ന് പോയി മുട്ടി നോക്കിയാലോ? ചിലപ്പോൾ വളഞ്ഞാലോ? നീയൊന്നും വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അതിനൊക്കെ നീ എന്നെ കണ്ടുപഠിക്ക്. അയ്യോ, ഞങ്ങൾക്കൊന്നും പഠിക്കണ്ടായേ, നീ തന്നെ പഠിച്ചാ മതി. എന്നാലും എനിക്കൊന്ന് പറഞ്ഞതാടാ, നീ എങ്ങനെയാ വളക്കുന്നത്? എടാ, അത് പിന്നെ ഒരു സിനിമയിലെ ദിലീപ് ജഗതിക്ക് പറഞ്ഞു കൊടുക്കൂലേ, ആ പ്രയോഗാവും. അങ്ങോട്ട് നോക്ക്. എന്താ അവിടെ ഉണ്ടോ ഡ്രസ്? അവന്മാർ കുറെ നേരായി ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നു. ശരിയാണല്ലോ, പെണ്ണുങ്ങളെ കാണാത്ത പോലെ. ഹലോ, നിങ്ങളുടെ വീട് എവിടെയാ? വീട് തറയുടെ മുകളിൽ. ഓഹോ, തമാശക്കാരിയാണല്ലേ. ഞാൻ പോകുന്നുട്ടോ, മുതലാളി കണ്ടാലേ ഞങ്ങളുടെ ജോലി പോകും. എടാ ശ്യാമേ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. ഹോ, ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ. ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശിവ, നടക്ക്, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അങ്ങനെയാണ് പേടിച്ചോടിയാൽ എങ്ങനെ ചേച്ചി? എടാ, ഞാൻ പോകുന്നു. അവളിപ്പൊ പറഞ്ഞു കൊടുക്കും മുതലാളിയോട്. ഡാ, നീ അവിടെ നിൽക്ക്. ബാലു വരൂല. അപ്പെന്താ ഇവിടെ വന്നിട്ട് കൊറേ നേരം ഇരിക്കണ്ടേ? അതിരിക്കും.
എന്നെ നിനക്കുള്ള ഡ്രസ് തന്നെയല്ലേ കാണിച്ചു തരുന്നതൊക്കെ ഇനി എടുക്കാൻ പോയിട്ടുണ്ട്. അതൊക്കെ നോക്കിട്ട് നല്ലത് നോക്കി എടുത്തോന്ന്. മുത്തേ വാ. പാർക്കുട്ടി ഞാൻ ആരെന്നെ കൊണ്ടുവന്നേക്ക്. മുത്തേ ചേച്ചി. കല്ലു പുതിയ കുപ്പായം നോക്കാണോ? ആനേ കല്ലുനെ പുതിയ കുപ്പായം വേണം. മുത്തേ നിന്നെ എവിടുന്നാ പാത്തുവിന് കിട്ടി? ചെറിയമ്മേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പുറത്ത്. മണിക്കുട്ടി ഒക്കെ ഉണ്ട്. എന്നിട്ട് നിന്റെ ഡ്രസ് എടുക്കലൊക്കെ കഴിഞ്ഞോ? അവരെല്ലാം എടുക്കുന്നുണ്ട്. എന്നെ വെറുതെ കൊണ്ടുവന്നതാ. അതെന്താ മുത്തേ അനക്ക് ഡ്രസ് നേരത്തെ എടുത്തു വെച്ചിക്കണോ? അതിന് ഓളെ ചെറിയമ്മ ഓൾക്ക് ഡ്രസ് എടുത്തു കൊടുത്തിട്ട് വേണ്ടേ? എടുത്തു തരുമായിരിക്കും. പിന്നെന്തിനാ നിന്നെ തുണിക്കടയ്ക്ക് കൊണ്ടുവന്നിരിക്കണേ? എടുത്തു തരാ പറഞ്ഞു മുത്തേ. ഇല്ല, മണിക്കുട്ടിക്കും ദുണ്ടുമോൾക്കും കുറെ ഒഴിവാക്കാൻ ഡ്രസ് ഉണ്ട്, അതെടുത്തോ പറഞ്ഞു. എന്തൊരു ദുഷ്ടത്തിയാണോള്. അതെ തള്ളപ്പിശാച്ചാണ്, തള്ളപ്പിശാച്ച്. കൂടെ രണ്ട് കുട്ടിപ്പിശാച്ചുണ്ട്. ഇന്നലെ ഞാനേ ഇവരുടെ വീട്ടിൽ പോയപ്പോഴേ എന്നെ കുട്ടിപ്പിശാചെന്ന് വിളിച്ചു ആ തള്ളപ്പിശാച്ച്. അയ്യോ പാറു, അങ്ങനെയൊന്നും പറയില്ലേ, അവര് കേട്ടോണ്ട് വരും. വരട്ടെ, ഞാൻ നല്ല പറഞ്ഞു കൊടുക്കും. ആ നീ പറഞ്ഞു കൊടുത്തത് തന്നെ. അവള് കലിതുള്ളിയോടെ വന്നാലേ നീ നിന്ന നിൽപ്പിൽ മുള്ളും. അമ്മ എന്നെ കൂട്ടുകാരിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കളിയാക്കല്ലേ. ഓഹോ ഇതായിരുന്നല്ലേ അവളുടെ പരിപാടി. അതെ മമ്മി, നമ്മുടെ കണ്ണ് തെറ്റിയപ്പോഴേ അവരോട് വന്നിട്ട് നമ്മുടെ കുറ്റം പറഞ്ഞു കൊടുക്കുക. മോളോ ഇതിന് അവൾക്കൊരു ശിക്ഷ കൊടുക്കണ്ടേ? വേണം ആന്റി, വേണം, കൊടുക്കണം. അവള് വെറുതെ വിടരുത്. അതെ മമ്മി, അവള് വെറുതെ വിടരുത്. എന്ത് പണിയാ മമ്മി അവൾക്കിന്ന് കൊടുക്കുക? അവൾക്കിന്ന് നമ്മളൊക്കെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുമ്പോ അവളെ നോക്കി നിൽക്കട്ടെ. അവൾക്കൊന്നും കൊടുക്കണ്ട. അതെങ്ങനെയുണ്ടാവും? ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ്. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, അവള് നമ്മളെ നോക്കി വെള്ളം ഇറക്കുന്നു. എങ്ങനെയുണ്ടാവും മമ്മി? ഒരു പൊട്ടെങ്ങാനും കൊടുത്തിട്ടില്ലെങ്കിലേ നമുക്ക് വയറുവേദന വരും മമ്മി. ആ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം മമ്മി? അതൊക്കെ ഉണ്ടടി. അത് നമ്മളെ റെസ്റ്റോറന്റിലേക്ക് പോവട്ടെ, എന്നിട്ട് ബാക്കി കാണാം. മമ്മി കാണിച്ചു തരാം. അത് കലക്കി ഒക്കെ ഉഗ്രം പണിന് കൊടുക്കണം. അല്ലെങ്കിൽ തിന്നാവ് പെണ്ണാണെന്ന് ഒക്കെ ഒന്നും തിന്നാൻ കൊടുക്കണ്ട. നോക്കൂ മമ്മി, നമ്മൾ എത്ര നേരമായി ഇവിടെ നോക്കി നിൽക്കുന്നു. അവൾ